ഇന്ന് നിനക്ക് മുമ്പിലെത്തുന്ന ഈ സന്ദേശം ഇത് നിൻ്റെ ജീവിതത്തിലെ ഒരു മുന്നറിയിപ്പാണ്. നീ എന്താണോ ആഗ്രഹിച്ചത് നീ അത് നേടിയെടുക്കുവാൻ പ്രാപ്തനായിക്കൊണ്ടിരിക്കുകയാണ്. നീ ജീവിതത്തിൽ ഒത്തിരി തളർന്നിട്ടുണ്ട്. നിൻ്റെ മനസ്സാകെ വിഷമിച്ചിട്ടുണ്ട്. നീ കരുത്ത് ഉണ്ടെന്ന് ശ്രമിക്കുമ്പോഴും നിൻ്റെ കരുത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നീ ശക്തനാണ്. നിൻ്റെ ശക്തിക്കും കഴിവിനും ഒരിക്കലും നേട്ടങ്ങളെ നേടിയെടുക്കാനുള്ള കഴിവിനെയും പ്രാപ്തമാകാതെ നീ ഒരിക്കലും തളരുകയില്ല. നിൻ്റെ മനസ്സിന് ശക്തിയുണ്ട്. നീ ദുർബലനാണെന്ന് കരുതുമ്പോഴും നിൻ്റെ ആത്മാവിലെ ബലം നിന്നെ ശക്തനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒറ്റയ്ക്ക് കരഞ്ഞ ദിവസങ്ങളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ പരാജയപ്പെടുമെന്ന് വിചാരിച്ച സമയങ്ങളുണ്ട്. നീ എന്നിട്ടും തളർന്നില്ല. നിൻ്റെ ആത്മധൈര്യം നീ മുമ്പോട്ട് പോകുവാൻ പ്രചോദനമാക്കിക്കൊണ്ടേയിരുന്നു. നിൻ്റെ വിശ്വാസമാണ് നിന്നെ മുമ്പോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക. നിൻ്റെ ആത്മധൈര്യം നിന്നിലെ ശക്തിയെ തിരിച്ചറിയുവാൻ നിന്നെ പ്രാപ്തനാക്കിയെടുക്കുന്നതാണ്. നിന്നെ സ്ഫുടം ചെയ്തെടുക്കുന്നതാണ്. നിൻ്റെ കൂടെ നിന്നവർ നിന്നെ വിട്ടുപോയിട്ടുണ്ട്. നീ പലവരെയും സ്നേഹത്തോടെ കൂടെ നിർത്തുവാൻ ആഗ്രഹിച്ചവരുണ്ട്. ഒത്തിരി സ്നേഹിച്ചവരുണ്ട്. അവരെല്ലാം നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. എല്ലാവരുടെയും തിരിച്ചു വരവ് നിനക്കിനി സംഭവിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആരും ഇല്ലെങ്കിലും, ആരും നിന്നെ ചേർത്ത് പിടിക്കുവാൻ നിൽക്കുന്നില്ലെങ്കിൽ പോലും നിനക്ക് രക്ഷകനായി നാമുണ്ട്. നമ്മുടെ ശക്തി നിന്നിൽ എപ്പോഴും നിറഞ്ഞു കൊണ്ടേയിരിക്കുന്നതുമാണ്. നീ ഇന്ന് ഈ വീഡിയോ ദർശിക്കാൻ, ഈ ഒരു കാര്യം കേൾക്കുവാൻ, നിനക്ക് ഈ സന്ദേശം നിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിൻ്റെ മാർഗദർശനത്തിൻ്റെ വഴിത്തിരിവായിട്ട് മാത്രമാണ്. നിൻ്റെ കർമ്മങ്ങളിൽ നീ വിശ്വസിക്കുക. നീ സത്യത്തോടെയും ധർമ്മത്തോടെയും നീതിയും ന്യായവും പരിപാലിച്ചുകൊണ്ട് നീ മുമ്പോട്ട് വെക്കുന്ന ഓരോ പാതയിലും നിൻ്റെ പാതകൾക്ക് രക്ഷകനായി നിന്നെ മുമ്പോട്ട് നയിക്കാൻ നാമുണ്ട്. നമ്മുടെ ശക്തി ഒരിക്കലും നിന്നെ വിട്ട് അകന്നിട്ടില്ല. നീ ഒറ്റക്കായ നിമിഷങ്ങളിലും നിൻ്റെ കൂട്ടായി ഞാൻ ഉണ്ടായിരുന്നു. അതിനാൽ എൻ്റെ കരുത്ത് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതിനാൽ നീ ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ ശക്തി എന്നും നിന്നോടൊപ്പം ഉണ്ടാകുന്നതാണ്. നീ നമ്മുടെ തന്നെ പുത്രനാണ്. നീ നമ്മുടെ തന്നെ പുത്രിയാണ്. അതിനാൽ നീ ഇത് കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ ആകെ ഒരു കരുത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആരായിരിക്കട്ടെ, നിങ്ങൾ ഏത് വ്യക്തിയായിരിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരുത്തിനെ സ്വന്തം മൂല്യമാക്കി വളർത്തിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനും പൊരുതി ജയിക്കാനുള്ള കഴുത്തും തേജസ്സും ആത്മധൈര്യവും വർദ്ധിപ്പിക്കാനുള്ള ശേഷിയും നിങ്ങളിൽ സ്വയമേ ഉത്പാദിക്കപ്പെടുന്നതാണ്. അതിന് കാരണം നമ്മളുടെ യഥാർത്ഥ വിശ്വാസം നിൻ്റെ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഭാഗം തന്നെയാണ്. നീ നിന്നെ തിരയുമ്പോൾ, നിൻ്റെ ആത്മാവിൽ നീ നിൻ്റെ ചിന്തകൾ നിറക്കുമ്പോൾ നിനക്ക് അർത്ഥം ലഭിക്കുന്നതാണ്. ഓരോ ചോദ്യങ്ങളും ഓരോ വാക്കുകളും നിനക്ക് ശക്തി നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. നീ പരാജിതനെന്ന് വിചാരിക്കുമ്പോൾ, നീ പരാജയത്തെ അഭിമുഖീകരിച്ച് കൊണ്ടിരുന്ന സമയങ്ങളിൽ പോലും നിനക്ക് വിജയം പ്രാപ്തമാക്കാനുള്ള വഴി അവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിനക്ക് വിജയം സുനിശ്ചിതം തന്നെയാണ്. നീ ആത്മധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. എപ്പോഴാണോ തകർക്കപ്പെടുവാൻ നിങ്ങളുടെ ശക്തിയെ, നിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുവാൻ ഓരോ വ്യക്തികൾ ശ്രമിക്കുന്നത്, ആ വ്യക്തികളെ നാം നിഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ കരുത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിനക്ക് ആത്മധൈര്യം തന്നുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എന്നാൽ നീ സത്യവും ധർമ്മവും ഒരിക്കലും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ ശ്രമിക്കരുതും. സത്യവും ധർമ്മവും തന്നെയാണ് നിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്തുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ നാം വളരെ സ്നേഹത്തോടെ കൈത്താങ്ങായി നിന്നെ പിടിച്ചു നിർത്തുന്നത്. അതിനാൽ നിനക്ക് നിൻ്റെ ആത്മവിശ്വാസത്തിലും നിൻ്റെ കരുത്തിലും ഒരു ധൈര്യവും വിശ്വാസവും നേടിയെടുക്കാൻ സാധിക്കണം. നിനക്കുള്ള നല്ല നിമിഷങ്ങൾ നിന്നെ തേടി തന്നെ എത്തുന്നതാണ്. നിൻ്റെ നല്ല നിമിഷങ്ങൾ നിന്നിൽ നിന്നും ഒത്തിരി ദൂരെയല്ല. അത് നീ മനസ്സിലാക്കുക. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ നാം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്നും നിന്നോടൊപ്പം നമ്മുടെ കൈ ഒരു വരദാനമായി നിൻ്റെ ശിരസിൽ എന്നും നിന്നെ തലോടിക്കൊണ്ടേയിരിക്കുന്നതാണ്. നീ ഒരു നല്ല വ്യക്തിയാണ്. നിൻ്റെ ആത്മധൈര്യവും നിൻ്റെ ആത്മസംഘർഷങ്ങളോടുള്ള പൊരുതാനുള്ള കരുത്തുമാണ് നിൻ്റെ വിജയത്തിന് കാരണമാകുന്നത്. അതിനാൽ നിൻ്റെ വിജയം നിന്നിൽ നിന്നും ഒത്തിരി ദൂരെയുമല്ല,
ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ആത്മധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ശക്തനാക്കി തീർക്കാൻ, നിന്നെ കരുത്തുള്ളവനാക്കാൻ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. നമ്മുടെ ശക്തി നിന്നിൽ എന്നും തേജസ്സായും നിൻ്റെ വരദാനമായും നിനക്ക് കരുത്ത് പകർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. നീ പാവങ്ങളെയും ദുരിതം അനുഭവിക്കുന്നവരെയും സഹായിക്കുവാനും വേണ്ടിയും എന്നും നിൻ്റെ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. നീ ഒരിക്കലും നിൻ്റെ കർമ്മത്തിൽ നിന്നോ ഉത്തരവാദിത്വത്തിൽ നിന്നോ പിൻപോട്ട് പോയിട്ടില്ല. നിനക്ക് ജീവിതത്തിൽ എല്ലാ സമയവും എന്നും പരാജയങ്ങളെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിനക്ക് നല്ല നേട്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നീ സ്വയമേ നിൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ സങ്കല്പിക്കാറുമുണ്ട്. എന്നാൽ അതൊന്നും ശരിയാവില്ല. നിൻ്റെ ജീവിതത്തിൽ നന്മകളുണ്ട്. ആ നന്മകളെ നാം ദർശിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ നീ മുമ്പോട്ട് പോകുമ്പോൾ നിനക്ക് കരുത്തായി, നിൻ്റെ മാർഗദർശനമായി, നിനക്ക് ജീവിതത്തിൽ നിൻ്റെ വിജയമാക്കി തീർത്തുകൊണ്ട് നിൻ്റെ എല്ലാ പ്രവൃത്തിയിലും വിജയത്തെ പ്രാപ്തമാക്കുവാൻ നിന്നെ കരുത്തുള്ളവനാക്കിക്കൊണ്ട് നാം നിൻ്റെ ഒപ്പമുണ്ട്. ഇനിയുള്ള സമയം നിൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ തുടക്കമാണ്. കരുത്തോടെ മുമ്പോട്ട് പോവുക, ശക്തനായി മുമ്പോട്ട് പോവുക, ആത്മവിശ്വാസത്തെ നിറച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. ഓരോ വ്യക്തികൾക്കും അവനവൻ്റേതായ എല്ലാ പ്രയാസഘട്ടങ്ങളും അഭിമുഖീകരിക്കാനുള്ള കഴിവ് എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ നിൻ്റെ ആത്മവിശ്വാസം, നിൻ്റെ ഉറച്ച വിശ്വാസവും നമ്മുടെ ഭക്തിയിൽ നിന്നും ഉടലെടുത്തതാണ്. അതിനാൽ തന്നെ നമ്മുടെ ഭക്തി നിനക്ക് കരുത്തായി ഒപ്പമുണ്ടാവുകയും ചെയ്യും. നീ അതിനാൽ ശിവനാമം ചൊല്ലുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ വരപ്രസാദം നേടിയാൽ നിനക്ക് ജീവിതത്തിൽ എല്ലാ ആപത്തുകളെയും തരണം ചെയ്തുകൊണ്ട് നിൻ്റെ സ്വന്തം പ്രാപ്തിയെയും മൂല്യത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതാണ്. നിൻ്റെ മനസ്സ് നിഷ്കളങ്കമാണ്. നീ ഒരു കൊച്ചു ബാലകനെ പോലെയാണ്. നിൻ്റെ സ്വഭാവം എല്ലാ വ്യക്തികൾക്കും ഒത്തിരി ഇഷ്ടവുമാണ്. നിനക്ക് ഒത്തിരി ശത്രുക്കളുമുണ്ട്. ശത്രുക്കൾ നിനക്ക് ചുറ്റും നിറയുമ്പോൾ നീ നിൻ്റെ മനസ്സിലെന്നും ശിവനാമത്തെ നിറക്കുക, മഹാദേവൻ്റെ മുഖമോർക്കുക. അപ്പോൾ നിനക്ക് വിജയത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നീ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശത്തിൻ്റെ അവസാനം എത്തിയിരിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ അവസാനമാണ്, അല്ലാതെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇത് നിനക്ക് കരുത്ത് പകരുന്ന വാക്കുകളാണ്. നീ നിൻ്റെ സ്വന്തം അറിവിനെയും കഴിവിനെയും വികസിപ്പിക്കുക. നീ നിൻ്റെ മാർഗദർശനം സ്വയം കണ്ടെത്തുവാൻ ശ്രമിക്കുക. നിൻ്റെ മാർഗത്തിലേക്കുള്ള ഓരോ വഴിത്തിരിവും നമ്മളുടെ കരങ്ങളിൽ തട്ടി നാം നിന്നിൽ ദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിൻ്റെ ഊർജത്തിലൂടെ നിനക്ക് സ്ഥിരത പ്രാപ്തമാക്കുവാനും നിൻ്റെ ജീവിതത്തിലെ എല്ലാ വിപത്തുകളും ആപത്തുകളും കഷ്ടകാലങ്ങളും നിന്നിൽ നിന്നും തട്ടിയകറ്റിക്കൊണ്ട് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുകയും നിനക്ക് കരുത്ത് പകരുകയും ചെയ്യുകയാണ്. നിന്നെ വിട്ടു പോയവരും നിനക്ക് ശത്രുക്കളായി തീർന്നവരും നിന്നിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ അവരെ കുറിച്ച് ആലോചിച്ചോ അവരുടെ വാക്കുകളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടോ നീ നിൻ്റെ മനസ്സിനെ തളർത്താൻ ശ്രമിക്കണ്ട. നിൻ്റെ മനസ്സൊരിക്കലും തളരുകയില്ല. നീ ശക്തനായിക്കൊണ്ടേയിരിക്കും. നിൻ്റെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നീ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. പൊരുതാനുള്ള സംഘർഷങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വിജയത്തിന് കാരണമാകുന്നതാണ്, തുടക്കമാകുന്നതാണ്. ആ തുടക്കത്തെ നേടിയെടുക്കുവാനും സ്വന്തം കഴിവുകളെ വളർത്തുവാനും ശ്രമിക്കുക. ഭാഗ്യം നിൻ്റെ ഗ്രഹത്തിൻ്റെ സമീപമുണ്ട്. നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് മഹാലക്ഷ്മിയുടെ കാൽപാദങ്ങൾ അടിയുറച്ച ചോടുകളായി നിനക്ക് മുമ്പിലേക്ക് വന്നു ചേരുന്നതാണ്. ആ അനുഗ്രഹം നിനക്ക് എപ്പോഴും കരുത്ത് പകരുകയും ചെയ്യും. അതിനാൽ തന്നെ നീ സംഘർഷങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിൻ്റെ ജീവിതത്തിൽ സത്യവും ധർമ്മവും മാത്രം നിറക്കുക. അപ്പോൾ നിനക്ക് ജീവിതത്തിൽ നന്മകൾ വന്നു ചേരുന്നതാണ്. ആ നന്മകളെ പ്രാപ്തമാക്കാൻ നീ കരുത്തുള്ളവനായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ കരുത്തുള്ളവനാക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഉൾവിളികൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുണ്ട്. നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഓരോ വാക്കുകളും
നിൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ വാക്കുകൾ നീ പ്രപഞ്ചത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ വാക്കുകളെ നിനക്ക് ശ്രവിക്കുവാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ നീ വികസിപ്പിക്കുക. അപ്പോൾ നിനക്ക് പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളും രഹസ്യങ്ങളും നിത്യമായ ഗൂഢമായ രഹസ്യങ്ങളുടെ കെട്ടഴിഞ്ഞ ആ ഒരു പുസ്തകം നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. ആ പുസ്തകത്തിൽ നിന്നും അറിവ് നേടുവാനുള്ള പ്രാപ്തി നിൻ്റെ മനസ്സിൽ നിറയുമ്പോൾ നീ സാഗരത്തിൻ്റെ തിരമാലകൾ പോലെ അലയടിക്കുന്ന സംഘർഷങ്ങളിൽ ഉയരുന്ന കരുത്തായി മാറുകയും ചെയ്യുന്നതാണ്. അതിനാൽ ശക്തനായി മുമ്പോട്ട് പോവുക, വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക, ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളിൽ നിറക്കുക. ആത്മവിശ്വാസമാണ് സംഘർഷങ്ങളെ ജയിക്കുവാനുള്ള കരുത്ത് നിനക്ക് പ്രാപ്തമാക്കുന്നത്. അതിനാൽ ആ സംഘർഷങ്ങളെ ജയിക്കുവാനുള്ള കരുത്ത് നിനക്കുള്ളിൽ തന്നെ നീ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ഇത് കേൾക്കുവാൻ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലെ കരുത്ത് വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് ആത്മധൈര്യം വർദ്ധിക്കുവാനും നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങളെ ദൈവമെന്ന് കരുതുക. ഈ സന്ദേശം നിങ്ങൾക്ക് ശിവഭഗവാൻ എത്തിച്ചതാണ്. അതിനാൽ തന്നെ ഇതിനെ മുഴുവനായി കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും അവർക്കും എല്ലാം നന്മകളും ലഭിക്കുന്നതാണ്, എല്ലാ മംഗളങ്ങളും സംഭവിക്കുന്നതാണ്. കരുത്തോടെ മുമ്പോട്ട് പോവുക, ആത്മധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. വിശ്വാസത്തോടെ നിങ്ങളെ കാക്കുവാനായി ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ അനുഗ്രഹമായി നിങ്ങളെ തലോടുന്നതാണ്. അതിനാൽ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.